ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് വളരെ എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ട് ചെയ്യാവുന്ന മുട്ട വെച്ചുള്ള ഡിഷാണ്. അതിനായിട്ട് ഞാനിവിടെ എല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. ഒരു വലിയ സവാള, ഒരു ക്യാപ്സിക്കം, 2 പച്ചമുളക്, 4 വെളുത്തുള്ളി, കുറച്ച് മല്ലിയില, 3 മുട്ട, 2 തക്കാളി അരച്ചെടുത്തിട്ടുണ്ട്. ഒരു ചുവട് കട്ടിയുള്ള പാത്രം അടുപ്പത്തേക്ക് വയ്ക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെ വഴറ്റിയെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവാള എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ക്യാപ്സിക്കം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇപ്പം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരച്ചു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി ഇതിൻ്റെ അകത്ത് കിടന്ന് നന്നായിട്ട് വെന്ത് ആ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടണം. ഒരു 10 മിനിറ്റ് ഇങ്ങനെ വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ മാറ്റിയതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഓരോ മുട്ടയും പൊട്ടിച്ചൊഴിക്കാം. തീ നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം മാത്രമേ ഇങ്ങനെ ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് അടിവശം കരിഞ്ഞു പോകും. ഈ മുട്ടയുടെ മുകളിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം.
അടച്ചു വെച്ചതിന് ശേഷം 10 മിനിറ്റ് വളരെ ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ മുട്ടയെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.